ഹലോ വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മോഡേണിസ്റ്റ് പോയിറ്റ് ആയിട്ടുള്ള ഫിലിപ്പ് ലാർക്കിൻ്റെ വൺ ഓഫ് ദ മാസ്റ്റർ പീസ് പോയം എന്നറിയപ്പെടുന്ന ചർച്ച് ഗോയിങ് ആണ്. ഇതൊരു റിലീജിയസ് ആയിട്ടുള്ള പോയമല്ല, എന്നാൽ റിലീജിയസ് ബിലീഫിനോടുള്ള ഫിലിപ്പ് ലാർക്കിൻ്റെ ആറ്റിറ്റ്യൂഡാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. മോഡേണിസം എന്നൊരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ട് നമുക്ക് ഈ ഒരു പോയം ഡിസ്കസ് ചെയ്യുമ്പോൾ പറയേണ്ടതായിട്ടുണ്ട്. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷമാണ് ഈ ഒരു കോൺസെപ്റ്റ് വരുന്നത്. ഫസ്റ്റ് വേൾഡ് വാർ 1914 to 1918 കാലഘട്ടത്താണ് നടക്കുന്നത് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് പറയുകയാണെങ്കിൽ സയൻറ്റിഫിക് റെവല്യൂഷനും രണ്ട് വേൾഡ് വാറുകളും ജനങ്ങളുടെ വിശ്വാസത്തിൽ ഒരു മുറിവ് പെടുത്തുകയാണ്. ജനങ്ങൾക്കുള്ള ദൈവത്തിലുള്ള, റിലീജിയനിലുള്ള, ചർച്ചിലുള്ള വിശ്വാസത്തിൽ. സയൻറ്റിഫിക് റെവല്യൂഷൻ ആൻഡ് ദ ടു വേൾഡ് വാർ ഷുക്ക് പീപ്പിൾസ് ബിലീഫ് ഇൻ ചർച്ച്, റിലീജിയൻ ആൻഡ് ഗോഡ്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഒന്നിനും വിശ്വസിക്കാതെയായി. എങ്ങനെ? എനിത്തിങ് വിത്തൗട്ട് പ്രൂഫ് കാണിച്ചു കൊടുത്താലേ ജനങ്ങൾ വിശ്വസിക്കുന്നുള്ളൂ. ആൻഡ് ദ ഏജ് ഓഫ് മെഷീനറി, അതുകൊണ്ട് തന്നെ കോമ്പറ്റീഷൻ നമുക്ക് കാണാൻ സാധിക്കാം. സൊസൈറ്റി ബിക്കം ഫ്രാഗ്മെൻറ്റഡ് ആയി, ഷാറ്റേഡ് ആയിട്ടുള്ള സൊസൈറ്റി ആയിട്ട് മാറുകയാണ് ഈ ഒരു വേൾഡ് വാറിന് ശേഷം. അതുകൊണ്ട് തന്നെ സെൻറ്റിമെൻസിനോ ഇമോഷൻസിനോ ഒന്നും അവിടെ വാല്യൂ ഇല്ലായിരുന്നു. ഈ ഒരു സമയത്താണ് ദ എഡ്യൂക്കേഷൻ ആക്ട് ഒന്നുകൂടി സ്ട്രെങ്തൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മിഡിൽ ക്ലാസ്സിൽ അല്ലെങ്കിൽ പൂറായിട്ടുള്ള പീപ്പിളിനും എഡ്യൂക്കേഷൻ കിട്ടിത്തുടങ്ങി. അതുകൊണ്ട് തന്നെ അവരും ഈ ഇത്തരത്തിലുള്ള റിലീജിയസ് ബിലീഫിനെയും കാര്യങ്ങളെയും ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് ഇത് നമ്മുടെ റൈറ്റേഴ്സുമായിട്ട് കണക്ട് ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചാൽ, ഇത്തരത്തിലുള്ള വാറുകൾ കാരണം ആളുകൾക്ക് എവിടെ നോക്കിയാലും മരണങ്ങൾ, സഫറിങ്സ് ഒക്കെയാണല്ലേ. അപ്പോൾ ആളുകൾക്ക് എന്ത് തോന്നി? ദൈവത്തിനോടൊന്നും പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, നമ്മൾ ഇനി എപ്പോഴും ഇത്തരത്തിലുള്ള ദുരന്തം ആയ അവസ്ഥകളിലാണ് നിൽക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഡിസ്ബിലീഫൊക്കെ അവർക്ക് വരാൻ തുടങ്ങി. അതുമാത്രമല്ല, പീപ്പിൾ ക്യാൻ ബി എക്സ്പോസ്ഡ് ടു മെനി ഡിഫറെൻറ്റ് ട്രൊമാറ്റിക് ഈവൻറ്റ്സ്. ട്രൊമാറ്റിക് ആയിട്ടുള്ള ഈവൻസിലൂടെയാണ് ജനങ്ങൾ കടന്നു പോയത്. ദാറ്റ് റൈസ്ഡ് ദ ചാൻസസ് ഓഫ് ഡെവലപ്പിംഗ് മെൻ്റൽ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ അവർക്ക് നേരിടേണ്ടി വന്നു. ലൈക്ക് പോസ്റ്റ് ട്രൊമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ, ആൻസൈറ്റി ആൻഡ് ഡിപ്രഷൻ. അങ്ങനെ അവരുടെ ലൈഫ് ആകെ താളം തെറ്റുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ലൈഫിലൂടെ കടന്നു പോകുന്ന ഒരാളോട് റിലീജിയസ് ബിലീഫിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അതിനെക്കുറിച്ചിട്ട് സോഷ്യൽ ഓർഗനൈസേഷൻ, റിലീജിയൻ, മൊറാലിറ്റി എന്നിവയെക്കുറിച്ചിട്ടൊക്കെ റൈറ്റേഴ്സ് എഴുതിയിട്ട് അത് എത്രത്തോളം ആളുകളിൽ ഉൾക്കൊള്ളാൻ സാധിക്കും? ഇല്ല. അതുകൊണ്ട് തന്നെ മോഡേണിസ്റ്റ് തിങ്കേഴ്സ് ആയിട്ടുള്ള ഫ്രെഡറിക് നീഷെ, മാർക്സ്, സിഗ്മണ്ട് ഫ്രോയിഡ്, ജെയിംസ് ജി ഫ്രേസർ തുടങ്ങിയവർ അതിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങി. ട്രഡീഷണൽ മോഡ്സ് ഓഫ് സോഷ്യൽ ഓർഗനൈസേഷൻ, റിലീജിയൻ, മൊറാലിറ്റി എന്നിവയൊക്കെ. ആൻഡ് ഇറ്റ് ഇൻവോൾവ്സ് എ ഡെലിബ്രേറ്റ് റാഡിക്കൽ ബ്രേക്ക് വിത്ത് സം ഓഫ് ട്രഡീഷൻസ് ഓഫ് വെസ്റ്റേൺ ആർട്ട് ആൻഡ് കൾച്ചർ. ഇതുകൊണ്ടൊക്കെ തന്നെ വെസ്റ്റേൺ ആർട്ട്, കൾച്ചറിലൊക്കെ ഒരു റാഡിക്കൽ ബ്രേക്ക് കൊണ്ടുവരികയാണ്. വളരെ പ്രധാനപ്പെട്ട മോഡേണിസ്റ്റ് റൈറ്ററാണ് ജെയിംസ് ജോയിസ്, ടി.എസ്. ഏലിയറ്റ്, വെർജീനിയ വൂൾഫ്. നമ്മുടെ ടി.എസ്. ഏലിയറ്റിൻ്റെ വേസ്റ്റ് ലാൻഡ് ഒക്കെ ഈ കറക്റ്റ് എക്സാമ്പിളാണ് ഒരു മോഡേണിസ്റ്റ് പോയമുണ്ട് അല്ലേ. വളരെ ഫ്രാഗ്മെൻ്റ് ആയിട്ടുള്ള ഷാറ്റേഡ് സൊസൈറ്റീനൊക്കെയാണ് അദ്ദേഹം അതിൽ വളരെ വരച്ച് കാണിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള റിലേറ്റഡ് വർക്ക്സ് നമുക്ക് നമ്മുടെ ഈ ഒരു പോയമിൻ്റെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമുക്ക് എഴുതാം. ഓക്കെ, അത് നമ്മൾ പറഞ്ഞു വന്ന കാര്യം, ദ സഫറിങ് ഓഫ് ദ വാർ ഹാഡ് ഷേക്കൻ ഫെയ്ത്ത് ഓൺ ദ മോറൽ ബേസിക് കൺസിസ്റ്റൻറ്റ് ആൻഡ് പെർമനൻസ് ഓഫ് വെസ്റ്റേൺ സിവിലൈസേഷൻ. അതുകൊണ്ട് തന്നെ ദിസ് റേസ്ഡ് ഡൗട്ട്സ് അബൌട്ട് ട്രഡീഷണൽ ലിറ്റററി മോഡ്സ്. അത് യൂസ് ചെയ്തിട്ട് കാര്യമുണ്ടോ? ആളുകൾക്ക് അത് പറഞ്ഞാൽ മനസ്സിലാകുമോ? ട്രഡീഷണൽ ആയിട്ട് ലിറ്റററി മോഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് ടു റെപ്രസെൻറ്റ് ദ ഹാർഷ് ആൻഡ് ഹാർഡ് റിയാലിറ്റീസ് ഓഫ് പോസ്റ്റ് വാർ വേൾഡ്? ഇല്ല. അതുകൊണ്ട് തന്നെ അവർ അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ലിറ്റററി മോഡ്സിൽ മാറ്റങ്ങൾ വരുത്തി. പുതിയ ലിറ്റററി ഫ്യൂച്ചേഴ്സ് ഒക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഏതുപോലെയുള്ള സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്, ഫ്രീ വേഴ്സ് ഇൻ പോയിട്രി, നോൺ ലീനിയാരിറ്റി ഇൻ പ്ലോട്ട്സ്, ഡിസ്പ്ലേഡ് ദ ഫ്രാഗ്മെൻറ്റഡ് നാച്ചർ ഓഫ് സൊസൈറ്റി, പെസിമിസം, എന്താണ് ഡിക്ലൈൻ ഇൻ ഹ്യൂമൻ സിവിലൈസേഷൻ. ഇത്തരത്തിലുള്ള ലിറ്റററി ഫ്യൂച്ചേഴ്സ് ഒക്കെ അവർ ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മോഡേണിസം കൂടി നമുക്ക് നോക്കിയിട്ട് നേരെ പോയം നോക്കാം. ഏതൊക്കെയാണാവുക? ഇൻഡിവിജ്വലിസം, എക്സ്പെരിമെൻറ്റേഷൻ, ഫോർമലിസം, അബ്സേർഡിറ്റി ആൻഡ് സിംബലിസം. ഇതാണ്. അത് നിങ്ങളൊന്ന് എക്സ്പാൻഡ് ചെയ്യുക. ഓക്കെ, ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പോം നമ്മൾ വായിക്കുന്ന സമയത്ത് അതിൻ്റെ ആശയം നമ്മൾ മനസ്സിലാക്കുന്നത് ഡിപ്പെൻഡ് ഓൺ ദ മൈൻഡ്സ് ഓഫ് ദി റീഡേഴ്സ്. ആളുകൾ അതിനെ എങ്ങനെ നോക്കി കാണുന്നു എന്നുള്ള രീതിയിലാണ്. വ്യത്യസ്ത രീതിയിലുള്ള ഇൻ്റർപ്രിട്ടേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക.
ഓക്കെ, ഫോർ എക്സാമ്പിൾ ഈ ഒരു പോയം തന്നെ എടുക്കുകയാണെങ്കിൽ ചില ആളുകൾ ഇതിനെ കൺസിഡർ ചെയ്യുന്നത് ഇതൊരു റിലീജിയസ് പോയമായിട്ടാണ്, ചില ആളുകൾ ഇതിന് റിമൈനിങ് എ സെക്യുലർ പോയമായിട്ടും ഇതിനെ പറയുന്നുണ്ട്. ഓക്കെ, many readers and critics have misinterpreted it as a religious poem, but Philip Larkin has denied this interpretation. ഫിലിപ്പ് ലാർക്കിൻ അഭിപ്രായത്തിൽ ഇത് എന്തല്ല, ഒരു റിലീജിയസ് പോയം ഒന്നുമല്ല, പകരം എന്താണ് ഈ പോയം എബൌട്ട് ചർച്ചസിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു പ്യൂർലി സെക്യുലർ ആയിട്ടുള്ള പോയമാണ്, ഇൻ വിച്ച് നോ സ്പെസിഫിക് റിലീജിയൻ ഹാസ് ബീൻ ക്രിട്ടിസൈസ്ഡ്. ഒരു മതവും ഇതിൽ സ്പെസിഫിക് ആയിട്ട് അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഇൻസ്റ്റെഡ് ഹി ജസ്റ്റ് ടോക്സ് അബൌട്ട് ദ ഫ്യൂച്ചർ ഓഫ് ചർച്ചസ്. ഓക്കെ, ഹി ജസ്റ്റ് മേക്സ് ഹിസ് ഒപ്പീനിയൻസ്, അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളാണ് അദ്ദേഹം ഇതിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് എബൌട്ട് ഫ്യൂച്ചർ ഓഫ് ദി ചർച്ചിനെ കുറിച്ചിട്ട്. ഹി ഓൾസോ ഡെപിക്ട് പീപ്പിൾസ് ഫ്യൂച്ചർ വിത്ത് റെസ്പെക്ട് ടു റിലീജിയൻ ആൻഡ് സൂപ്പർസ്റ്റിഷൻ ബിലീവ്സ്. ഭാവിയിൽ ആളുകൾ എങ്ങനെ റിലീജിയനെ നോക്കിക്കാണും, റെസ്പെക്റ്റോട് കൂടി കാണുമോ അതോ അത് ജസ്റ്റ് ഒരു ബിൽഡിംഗ് മാത്രമായിട്ട് അതിനെ കൺസിഡർ ചെയ്യുമോ, അതുപോലെ സൂപ്പർസ്റ്റിഷൻ ബിലീവ്സ് ഒക്കെയാണ് ഇതിൽ അദ്ദേഹം പറയുന്നത്. ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണോ? നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്ന ഒരാളാണോ? എന്നാൽ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചൊരു കാര്യം നിങ്ങൾ ഒരുപാട് തവണയായിട്ട് പ്രാർത്ഥിച്ചു, പക്ഷെ നിങ്ങൾക്ക് അതിന് ആൻസർ കിട്ടിയില്ല. അപ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ ഒരു അവസ്ഥ? ആളുകൾക്ക് എന്തുകൊണ്ടാണ് റിലീജിയനിലുള്ള വിശ്വാസം മായഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ഫിലിപ്പ് ലാർക്കിൻ്റെ അഭിപ്രായത്തിൽ കാരണം അവരുടെ പ്രാർത്ഥനകൾക്കൊന്നും ഉത്തരം കിട്ടുന്നില്ല എന്നുള്ളതാണ്. എന്നാൽ അതിൻ്റെ കൂടെ തന്നെ അദ്ദേഹം നമുക്ക് നൽകുന്ന ഒരു മെസ്സേജ് ഉണ്ട്. ഗോഡ് ഹെൽപ്സ് ദോസ് ഹു ഹെൽപ്പ് ദംസെൽഫ്, ഓൺലി പ്രെയർ ഈസ് നോട്ട് ഇനഫ്, സ്ട്രഗിൾ ഹാർഡ് ആർ ഓൾസോ നെസസറി എന്നുള്ള മെസ്സേജ്. പ്രാർത്ഥിച്ചിട്ട് മാത്രം കാര്യമില്ല, അതിന് വേണ്ടിയിട്ട് നമ്മൾ സ്ട്രഗിൾ ചെയ്യണം, ഹാർഡ് വർക്ക് ചെയ്യണം, എന്നാൽ നമുക്ക് ദൈവം നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഇനി നമ്മുടെ ഹെഡിങ് ഒന്ന് നോക്കിക്കേ, നമ്മുടെ ടൈറ്റിൽ ചർച്ച് ഗോയിങ്. ഇതിന് നിങ്ങൾക്ക് 4 രീതിയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഫസ്റ്റ് വൺ അറ്റൻഡിങ് ചർച്ച്, ആൻഡ് സെക്കൻഡ് വൺ ഡിസപ്പിയറിങ് ചർച്ച്, ദെൻ നെറേറ്റർ വിസിറ്റ് ടു എ ചർച്ച്, ദെൻ ഡിക്ലൈനിങ് ഫെയ്ത്ത് ഇൻ റിലീജിയൻ. ഈ 4 രീതിയിൽ നിങ്ങൾക്ക് അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. ഈ പോയം ഡിസ്കസ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു 5 പോയിൻറ്റ്സ് കിട്ടും. ആ 5 പോയിൻറ്റ്സ് ഏതാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞു തരാം. അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, പക്ഷേ പോയം അനലൈസ് ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ലെസ് അറ്റൻഡൻസ് ഇൻ ചർച്ചസ് കുഡ് ബി വിറ്റ്നസ്ഡ്. Second point, the purpose of the poem is not to target any specific religion, nor does it satirize society. Third one, it reveals the inner soul of people. Fourth one, the poet prophesies the future of churches. And fifth one, the future churches would no more be used for religious purpose. ഓക്കെ, ഇതൊരു ഡ്രമാറ്റിക് മോണോലോഗ് പോയമാണ്, വളരെ തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ളൊരു പോയം കൂടിയാണ്. ഇനി നമുക്കിതിൻ്റെ അനാലിസിസ് നോക്കാം. ആദ്യത്തെ 2 സ്റ്റാൻസകളുടെ അനാലിസിസ് ആണ് നോക്കുന്നത്. നമ്മുടെ സ്പീക്കർ അദ്ദേഹത്തിൻ്റെ ഒരു ഇൻസിഡൻറ്റ്, അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. അദ്ദേഹം ഒരു പ്ലേസിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. എക്സാക്ട്ലി അദ്ദേഹം ഇപ്പോൾ എവിടെയാണെന്ന് നമുക്കറിയില്ല. എന്നാൽ തൊട്ടടുത്ത ലൈൻ വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകുന്നുണ്ട്, അദ്ദേഹം ഇപ്പോൾ ഒരു ചർച്ചിനെ എക്സ്പ്ലോർ ചെയ്യുകയാണ് എന്നുള്ളത്. ആഫ്റ്റർ ഹി വിസിറ്റഡ്, അദ്ദേഹം പറയുകയാണ് ആ ചർച്ചിൽ പ്രത്യേകിച്ച് റിച്വൽ സെറമണികളൊന്നും നടക്കുന്നില്ല എന്നുള്ള കാര്യം. അദ്ദേഹം പ്രവേശിച്ചതിന് ശേഷം ഒരു തഡ് ഷട്ട് ദ ഡോർ, ആ ഡോർ അങ്ങോട്ട് കൊട്ടിയടിക്കപ്പെടുകയാണ്. ഇവിടെ കാണിക്കുന്നത് ആ ചർച്ചിനുള്ളിൽ, ആ വലിയ ഹ്യൂജ് ബിൽഡിങ്ങിനുള്ളിൽ നമ്മുടെ സ്പീക്കർ മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു ക്രീപ്പി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് തഡ് ഷട്ട് എന്നുള്ള പ്രയോഗം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ആൻഡ് നമ്മുടെ സ്പീക്കർ അവിടെയുള്ള ഓരോ സീനറിയും നമുക്കിങ്ങനെ ഡിസ്ക്രൈബ് ചെയ്ത് തന്നുകൊണ്ടിരിക്കുകയാണ്. ആ ചർച്ചിനകത്ത് കുറച്ച് ബുക്കുകൾ കാണാം, ഫ്ലവേഴ്സ് കാണാം, വിച്ച് വർ കെപ്റ്റ് ഓൺ ലാസ്റ്റ് സൺഡേയിൽ ഉള്ള സമയത്ത് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ആ ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത എന്താണ്? അതൊക്കെ ഇപ്പോൾ ബ്രൗണിങ് വാടിക്കൊണ്ടിരിക്കുകയാണ്. ആൻഡ് മാറ്റിംഗ് ഫ്ലോർ ഉണ്ട്. ഓൾസോ ആൻ ഓർഗൻ ടു പ്രൊഡ്യൂസ് മ്യൂസിക്, അതായത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ഉണ്ട്. ഇറ്റ് വാസ് പ്ലേഡ് ഡ്യൂറിങ് വർഷിപ്പ്. അപ്പോൾ എന്തൊക്കെയാണ് അദ്ദേഹം ചർച്ചിനുള്ളിൽ കണ്ടിട്ടുള്ളത്? സം ഹോളി ബുക്സ്, ഫ്ലവേഴ്സ്, മാറ്റിംഗ് ഫ്ലോർ ആൻഡ് ഒരു മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്. ഓക്കെ, ദെൻ അതുകൂടാതെ അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു കാര്യമാണ് ആ ചർച്ച് ഇപ്പോൾ കാണപ്പെടുന്നത് റിനോവേറ്റഡ് ആയിട്ട്, ക്ലീൻഡ് ആയിട്ട്, ദെൻ ഓർ റീസ്റ്റോർഡ്. അദ്ദേഹത്തിന് കൺഫ്യൂസ്ഡ് ആവുകയാണ്, ഇത് ക്ലീൻഡ് ആണോ റീസ്റ്റോർഡ് ചെയ്യപ്പെട്ടതാണോ എന്നുള്ളത്. എന്നാൽ അവിടെ അദ്ദേഹത്തിന് ആരെയും കാണാൻ സാധിക്കുന്നില്ല. ജസ്റ്റ് ഒന്ന് ചോദിക്കാൻ, ഈ ഒരു ആൻസറിന് നൽകാൻ അവിടെ ആരെയും അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നില്ല. എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്? എംപ്റ്റി ആയിട്ടുള്ള, ശൂന്യമായിട്ടുള്ള ഒരു റിലീജിയസ് ചർച്ചിനെയാണ് അദ്ദേഹം ഇവിടെ കാണിക്കുന്നത്. അതുകൂടാതെ അദ്ദേഹത്തിന് താനിപ്പോൾ ചർച്ചിലാണല്ലോ അല്ലേ, ചർച്ച് വിസിറ്റ് ചെയ്തിരിക്കുകയാണ്, അതൊരു വൃത്തിയായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നില്ല. പകരം അദ്ദേഹം അതിനെ വിളിക്കുന്നത് ഇറ്റ് ഈസ് എ വേസ്റ്റേജ് ഓഫ് പ്രഷ്യസ് ടൈം. അദ്ദേഹത്തിൻ്റെ പ്രഷ്യസ് ആയിട്ടുള്ള, വാല്യുബിൾ ആയിട്ടുള്ള ടൈമിൻ്റെ ഒരു വേസ്റ്റേജ് ആയിട്ട് മാത്രമാണ് ആ ഒരു വിസിറ്റ് ചെയ്ത ആ ഒരു ടൈമിന് അദ്ദേഹം കാണുന്നത്. അതായത് എൻ്റെ സമയം, നല്ല സമയം അവിടെ എന്തായിപ്പോയി, വേസ്റ്റ് ആയിപ്പോയി, അത്ര വൃത്തിയായിട്ട് അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നില്ല.
ആൻഡ് ഹി ഡിഡ് നോട്ട് പ്രേ വിത്ത് എ സ്ട്രോങ് ബിലീഫ്. ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള വിശ്വാസത്തോടു കൂടി അദ്ദേഹം അവിടെ ചെന്നിട്ട് പ്രാർത്ഥിക്കുന്നില്ല. റാദർ ഹി എക്സാമിൻഡ് ദ ചർച്ച് ലൈക്ക് എ ടൂറിസ്റ്റ്. പകരം അദ്ദേഹം എന്താണ് ചെയ്യുന്നത്? ഒരു ടൂറിസ്റ്റിനെ പോലെ ആ ചർച്ചിനെ അദ്ദേഹം എക്സാമിൻ ചെയ്യുകയാണ്, എക്സ്പ്ലോർ ചെയ്യുകയാണ്. ആൻഡ് എന്താണ് നമുക്ക് ഈ ഒരു 2 സ്റ്റാൻസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? പീപ്പിൾ ഇൻ ദോസ് ഡേയ്സ് വർ ഫെഡ് അപ്പ് വിത്ത് റിലീജിയൻ. മതം അങ്ങനെ എന്തായിക്കൊണ്ടിരിക്കുകയാണ്? മനുഷ്യന് നിരാശ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പീപ്പിൾ കുഡ് നോട്ട് ഫൈൻഡ് പീസ് ഇൻ ഇറ്റ്. മതത്തിലല്ലെങ്കിൽ ചർച്ചിൽ അവർക്ക് എന്ത് കണ്ടെത്താൻ സാധിക്കുന്നില്ല? ഒരു സമാധാനം അവർക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇറ്റ് ഈസ് ജസ്റ്റ് എ ബിൽഡിംഗ് ഫോർ ഹിം ലൈക്ക് അതർ ബിൽഡിങ്സ് ഇൻ ഹിസ് സിറ്റി. നമ്മുടെ സ്പീക്കറിന്, അതായത് ഇവിടെ ഉദ്ദേശിക്കുന്നത് അന്നത്തെ കാലത്തെ ജനങ്ങൾ എങ്ങനെയാണ് ചർച്ചിനെ നോക്കിക്കണ്ടിരുന്നത് അതുപോലെയാണ് നമ്മുടെ സ്പീക്കർ ചർച്ചിനെ നോക്കിക്കാണുന്നത്. അദ്ദേഹത്തിന് ചർച്ചും ജസ്റ്റ് എന്ത് മാത്രമാണ്? ആ സിറ്റിയിൽ ഒരുപാട് ബിൽഡിങ്സ് ഉണ്ട് അല്ലേ, അതിന് കൂടെ തന്നെ ഇറ്റ്സ് ജസ്റ്റ് എ ബിൽഡിംഗ്. ഓക്കെ, അപ്പോൾ ഇതാണ് ആദ്യത്തെ 2 സ്റ്റാൻസ എന്ന് പറയുന്നത്. 3rd and 4th സ്റ്റാൻസകളിൽ പറയുന്നത് നമ്മുടെ പോയിറ്റ് ഓരോ സമയവും ചർച്ച് വിസിറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഫീൽ ചെയ്യുന്നത് ഇറ്റ് ഈസ് എ വേസ്റ്റ് ഓഫ് ടൈം ആയിട്ടാണ്. എന്നിരുന്നാലും അദ്ദേഹം വളരെ എന്തൂസിയാസം, ഇൻറ്റൻസ് എക്സൈറ്റ്മെൻറ്റോടു കൂടി, ആവേശത്തോടു കൂടി ചർച്ചുകൾ വീണ്ടും വിസിറ്റ് ചെയ്യും. പക്ഷേ അദ്ദേഹം റിട്ടേൺ ചെയ്യുന്നത്, മടങ്ങി വരുന്നത് വളരെ ഹോപ്പ്ലെസ് ആയിട്ടാണ്. ഹി ഫൈൻഡ്സ് എവറി വിസിറ്റ് യൂസ്ലെസ്. ഇനി നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഫ്യൂച്ചറിലെ ചർച്ചിൻ്റെ ഒരു സിറ്റുവേഷനാണ്. ദ ഡൗൺഫോൾ ഓഫ് റിലീജിയനാണ് നമുക്കിനി കാണാൻ സാധിക്കുന്നത്. അദ്ദേഹം പറയുകയാണ് ഫ്യൂച്ചറിൽ എങ്ങനെയായിരിക്കും ചർച്ചുകൾ? ഗ്ലൂമി ആയിട്ടുള്ള ചർച്ചുകളായിരിക്കും, അതായത് ഡാർക്ക് ആയിട്ടുള്ള, ഡിപ്രസിങ് ആയിട്ടുള്ള, വേർത്ത്ലെസ് ആയിട്ടുള്ള ഇടങ്ങളായിരിക്കും നമ്മുടെ ചർച്ചുകൾ എന്ന് പറയുന്നത്. അതിൻ്റെ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തിന് ഉറപ്പുള്ളൊരു കാര്യമാണ്, ഒരിക്കൽ ആളുകളൊക്കെ ചർച്ചിനെ വിസിറ്റ് ചെയ്യുന്നത് നിർത്തും എന്നുള്ളത്. ഹി ഈസ് ഷുവർ ദാറ്റ് വൺ ഡേ പീപ്പിൾ വിൽ സ്റ്റോപ്പ് വിസിറ്റിംഗ് ദ ചർച്ചസ്. ആൻഡ് അങ്ങനെ ആ ബിൽഡിങ്സ് ഒക്കെ എന്തായിട്ട് മാറുമെന്നാണ് അദ്ദേഹം പറയുന്നത്? അതെ, മ്യൂസിയമായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടും. ആൻഡ് ദ തിങ്സ് വിൽ ബി കെപ്റ്റ് ഇൻ ലോക്ക്ഡ് ബോക്സസ് സോ ദാറ്റ് പീപ്പിൾ ക്യാൻ സീ ദം. പള്ളികളിലുള്ള തിങ്സ് ലൈക്ക് എങ്ങനത്തെ പാർച്ച്മെൻറ്റ്, അതായത് ഹോളി പേപ്പർ, പ്ലേറ്റ്, പിക്സ്, ഇതൊക്കെ ലോക്കഡ് കേസസിലാക്കി മാറ്റും. കാരണം എന്താണ്? ഇത് മ്യൂസിയമായി മാറിയല്ലോ, ആളുകൾക്കിത് കാണാൻ വരാമല്ലോ എന്നുള്ള രീതിയിൽ. ഫ്യൂച്ചർ ചർച്ച് ടേൺസ് ഇൻ ടു മ്യൂസിയം. ആൻഡ് പീപ്പിൾ വിൽ കൺസിഡർ ചർച്ചസ് ആസ് അൺലക്കി പ്ലേസസ്. അൺലക്കി ആയിട്ട് ആളുകൾ അതിനെ കാണാൻ തുടങ്ങും. ഈ ഒരു ഡൗൺഫാൾ ഓഫ് റിലീജിയൻ കാരണം വരുന്ന ഒരു അപകടകരമായിട്ടുള്ളൊരു സംഭവമാണ് സൂപ്പർസ്റ്റിഷൻ എന്ന് പറയുന്നത്, സൂപ്പർസ്റ്റിഷൻ ബിലീവ്സ് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു റീബോൺ ആണ് ഡൗൺഫാൾ ഓഫ് റിലീജിയൻ കാരണം സംഭവിക്കാൻ പോകുന്നത്. ആൻഡ് സ്ത്രീകളൊക്കെ ചർച്ചിലോട്ട് പോകും ഇൻ ഓർഡർ ടു ഫൈൻഡ് കേഴ്സ് ഓർ റിക്കവർ ഓർ റിലീവ് ഫ്രം എ ഡിസീസ് ഫോർ ദെയർ ചിൽഡ്രൻ. അവരുടെ മക്കൾക്കുള്ള ഒരു ഡിസീസ്, അതിൻ്റെ ഒരു റിലീഫ് കാണാൻ വേണ്ടിയിട്ട് അവർക്ക് ചർച്ചിലോട്ട് പോകും. എന്നിട്ട് അവർക്ക് എന്ത് കിട്ടും? ഒരു അമ്യൂലറ്റ്സ് കിട്ടും, AMULETS. ഇതെന്താ സംഭവം? ആൻ ഓർണമെൻറ്റ് ഓഫ് ജ്വല്ലറി തോട്ട് ടു ഗീവ് പ്രൊട്ടക്ഷൻ എഗെയിൻസ്റ്റ് എ വിൽ, ഡേഞ്ചർ ഓർ ഡിസീസ്. ഒരു ഡിസീസ്, ഒരു രോഗം ഉണ്ടാകുമ്പോൾ അത് സുഖപ്പെടുത്താൻ യൂസ് ചെയ്യുന്ന ഒരു ഓർണമെൻറ്റ് ഓഫ് ജ്വല്ലറി, ഒരു പീസ് ഓഫ് ജ്വല്ലറിയാണ് ഈ പറയുന്ന അമ്യൂലറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് അവർക്ക് കിട്ടും. ഒരു ട്രീറ്റ്മെൻറ്റ് ഓഫ് ദെയർ ചിൽഡ്രൻ. അവർ ഹോസ്പിറ്റലിലോട്ടൊന്നും പോകില്ല, അവർ നേരെ പോകില്ല. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഒരു സൂപ്പർസ്റ്റിഷൻ ബിലീഫ്. ഈ ഒരു ഓർണമെൻറ്റ് ലൈക്ക് ALS ഉണ്ടല്ലോ, ഇതുപോലെയുള്ളവ ധരിച്ചാൽ നമ്മുടെ കുട്ടിക്ക് അസുഖങ്ങളൊക്കെ മാറും എന്നുള്ളൊരു ബിലീഫ്. ആൻഡ് പീപ്പിൾ വുഡ് ഫൈൻഡ് ദ സോൾസ് ഓഫ് ഡേർസ് ഇൻ ദ ചർച്ചസ്. ചർച്ചുകളിൽ ആളുകൾക്ക് എന്ത് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ആളുകൾ എന്ത് കണ്ടെത്തും? ദ സോൾസ് ഓഫ് ഡേർസ്. ബട്ട് ഇവഞ്ച്വലി സൂപ്പർസ്റ്റിഷൻ ബിലീവ്സ് വിൽ ഓൾസോ കം ടു ആൻ എൻഡ്. ഡൗൺഫോൾ ഓഫ് റിലീജിയൻ കാരണം എന്ത് വന്നു? സൂപ്പർസ്റ്റിഷൻ ബിലീഫ് വന്നു. എന്നാൽ പിന്നീട് അതെന്താകും? ആ ഒരു സൂപ്പർസ്റ്റിഷൻ ബിലീഫും മാറിഞ്ഞു പോകും എന്നുള്ളതാണ് പറയുന്നത്. കാരണം എന്താണ്? നമ്മുടെ പോയിന്റ് പറയുന്നത് ഈ റിലീജിയനും സൂപ്പർസ്റ്റിഷൻ ബിലീവ്സ് ആർ ആൻഡ് ഇന്നർ ലിങ്ക്ഡ് വിത്ത് ഈച്ച് അതർ എന്നുള്ള കാര്യമാണ്. അങ്ങനെ നമ്മുടെ പോയിറ്റ്, നമ്മുടെ സ്പീക്കർ ഇവിടെ വെരി സാഡ് ആയിട്ടുള്ള ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് അദ്ദേഹം ഇവിടെ പ്രൊഫസൈസ് ചെയ്യാണ്. അദ്ദേഹം പറയാണ്, ഹി ഡസ് നോട്ട് കൺസിഡർ റിലീജിയൻ എവർ ലാസ്റ്റ് ആയിട്ട് എല്ലാ കാലത്തും നിലനിൽക്കുന്ന ഒന്നായിട്ട് അദ്ദേഹം റിലീജിയനെ, മതങ്ങളെ കാണുന്നില്ല. ദ പോയിറ്റ് ക്രിട്ടിസൈസ് ദ പർപ്പസ് ഓഫ് ഗോയിങ് ടു ചർച്ചസ്. എന്താണ് പർപ്പസ് എന്ന് പറയുന്നത്? സൂപ്പർസ്റ്റിഷൻ ബിലീഫ് ആയിരിക്കാം. ഓക്കെ, അപ്പോൾ അതിനൊക്കെ അദ്ദേഹം ക്രിട്ടിസൈസ് ചെയ്യുകയാണ്. ഈ പോയം സറ്ററൈസ് ചെയ്യുകയാണ് സൂപ്പർസ്റ്റിഷൻ ബിലീഫ്സിനെ. ഇറ്റ് ഇൻഡിക്കേറ്റ്സ് ദ വീക്ക്നെസ് ഓഫ് പീപ്പിൾ. എന്താണ് ഇത് കാണാൻ സാധിക്കുന്നത്? വീക്ക്നെസ് ഓഫ് പീപ്പിൾ ആണ്. ആൻഡ് ദ പോയം ഈസ് ഓൾസോ അബൌട്ട് എ ചേഞ്ച്. എന്താണ്? ആദ്യം ആളുകൾ ഭയങ്കരമായിട്ട് റിലീജിയസ് ഫെയ്ത്തിലുള്ള ആളുകളായിരിക്കും. പിന്നീട് അവരുടെ ബിലീഫൊക്കെ ഇങ്ങനെ മെല്ലെ മെല്ലെ ഫെയ്ഡായിക്കൊണ്ടിരിക്കുന്നു. ദെൻ അവർ മെല്ലെ സൂപ്പർസ്റ്റിഷനിലോട്ട് പോകുന്നു. ദെൻ അതും അവരിലൂടെ ചേഞ്ച് ഉണ്ടാകുന്നു, അതിനും ഒരു അവസാനം ഉണ്ടാകുന്നു. അപ്പോൾ എന്താണ്? ഒരു ചേഞ്ചാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. റെയർലി any person shows consistency in religious activities or superstition beliefs. വളരെ റെയർ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരാൾ കൺസിസ്റ്റൻസി ആയിട്ട് ഒന്നെങ്കിൽ റിലീജിയസ് ആക്ടിവിറ്റിയിൽ
നിൽക്കുന്നത്, അല്ലെങ്കിൽ സൂപ്പർസ്റ്റിഷൻ ബിലീഫ്സ്. കാരണം എന്തെന്ന് വെച്ചാൽ അദ്ദേഹം പറയുന്നത് ബോത്ത് ദിസ് തിങ്സ് ആർ സ്വിച്ച്ഡ് ബൈ പീപ്പിൾ അക്കോർഡിംഗ് ടു ദെയർ നീഡ്സ്. ആളുകൾ അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇത് രണ്ടും മാറ്റിക്കൊണ്ടിരിക്കും എന്നുള്ളതാണ്. അടുത്ത സ്റ്റാൻസയിലായിട്ട് പറയുന്നത് ഒരു ഷേപ്പ്ലെസ് റെക്കഗ്നൈസബിൾ ആണ്. ഓരോ ആഴ്ച കഴിയുമ്പോഴും ആളുകളുടെ ഡിസ്ബിലീഫ് പോയിക്കൊണ്ടിരിക്കും. അതിനനുസരിച്ച് ആ ഒരു ചർച്ചിൻ്റെ സിഗ്നിഫിക്കൻസും ആളുകളുടെ മൈൻഡിൽ നിന്ന് ഫെയ്ഡ് ചെയ്തുകൊണ്ടിരിക്കും എന്നുള്ളതാണ്. After disbelief has gone, the significance of the church will fade in people's thought over time and become a shapeless, recognizable each week as its purpose becomes more obscure. എന്താ ഇവിടെ പറഞ്ഞിട്ടുള്ളത്? People will never know what purpose church served. And the horrible condition of churches ആണ് ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. With the passage of time, churches will no longer be recognized due to the growth of grass and plants എന്നാണ് പറയുന്നത്. അത് ഗ്രാസ്, വീതി ആയിട്ടുള്ള പാവ്മെൻറ്റ്, ചെറു നിറഞ്ഞിട്ടുള്ള വഴികൾ, ബ്രാമ്പിൾസ്, അതുപോലെ ബട്ടേഴ്സ് സ്കൈ, പഴകിയ കെട്ടിടമൊക്കെ ആയി മാറിയിട്ടുണ്ടാകും. ആളുകൾ ചർച്ച് അവിടെ ഉള്ളത് തന്നെ മറന്നു പോയിട്ടുണ്ടാകും. ബൈ ഷേപ്പ് എന്നുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് ബോത്ത് ദ ഫിസിക്കൽ ബിൽഡിംഗ് ഓഫ് ദ ചർച്ച്, അത് കൂടാതെ തന്നെ ആ ഒരു ഫിഗറേറ്റീവ് സ്പേസ് ദാറ്റ് റിലീജിയൻ ഒക്യുപ്പേഴ്സ് ഇൻ പീപ്പിൾസ് മൈൻഡ് എന്നുള്ള കാര്യമാണ്. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് ആ ഒരു ഫിസിക്കൽ ബിൽഡിങ് എങ്ങനെയാണ്, നമ്മൾ പറഞ്ഞു ഗ്രാസൊക്കെ ആയിട്ടുണ്ടാകും, പുല്ലൊക്കെ, അതുപോലെ വീതി ആയിട്ടുള്ള വഴികളായിരിക്കും, ആൻഡ് പഴകിയ കെട്ടിടമൊക്കെ ആയിട്ട് മാറിയിട്ടുണ്ടാകും. അതാണ് ഫിസിക്കൽ അല്ലേ. ദെൻ ഫിഗറേറ്റീവ് സ്പേസ്, ആളുകളിൽ ഉള്ളൊരു വിശ്വാസം ഉണ്ടാവും അല്ലേ, അതും എന്തായിട്ടുണ്ടാകും, പോയിട്ടുണ്ടാകും. അതാണ് ഇവിടെ ഷേപ്പ്ലെസ് റെക്കഗ്നൈസബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ പോയറ്റ് ഓൾസോ വണ്ടേഴ്സ്, ആരായിരിക്കും നമ്മുടെ ചർച്ചിൽ ലാസ്റ്റായിട്ട് വിസിറ്റ് ചെയ്തിട്ടുള്ള ലാസ്റ്റ് വിസിറ്റർ? വെദർ ഹി വിൽ ബി ആൻ ആൻറ്റിക്വറിയൻ ഓർ എ വർഷിപ്പർ? ഇതിൽ ആരെങ്കിലും ആയിരിക്കും. ദ ആർക്കിടെക്ചർ, ആൻറ്റിക്, സ്നുഫേഴ്സ്. പക്ഷേ ഇവരൊക്കെ ചർച്ചുമായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് എന്ത് മാത്രമാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സൂപ്പർഫിഷ്യൽ ആയിട്ടുള്ള റിലേഷൻഷിപ്പ് മാത്രമാണ്, ആൻഡ് നോട്ട് ആക്ച്വലി അപ്രീഷിയേറ്റ് ഡീപ്പ് സ്പിരിച്വൽ ബിലീഫ്. ഓക്കെ, ആ ഒരു പോയിൻ്റാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഓക്കെ, പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അദ്ദേഹം ഒരിക്കലും റിലീജിയസ് ഫെയ്ത്തിനെ ഒന്നായിട്ട് തള്ളി പറയുന്നില്ല, അല്ലെങ്കിൽ ചർച്ചുകൾ ഒന്നായിട്ട് തള്ളി പറയുന്നില്ല. അദ്ദേഹത്തിന് ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും, ഇങ്ങനെയൊക്കെ ആകാമെങ്കിൽ പോലും അദ്ദേഹത്തിനൊരു പ്രതീക്ഷയുണ്ട്. ഒരിക്കലും ചർച്ച് പൂർണ്ണമായിട്ടും നശിക്കണമെന്നില്ല എന്നുള്ളത്, ആളുകളിൽ പൂർണ്ണമായിട്ടും ആ ഒരു വിശ്വാസം പോകണം എന്നില്ല എന്നുള്ളത് ഒരു പോസിബിലിറ്റി അദ്ദേഹത്തിന് കാണാൻ സാധിക്കുന്നുണ്ട്. എന്താണ്? ദർ ഇസ് എ പോസിബിലിറ്റി ദാറ്റ് ചർച്ചസ് വുഡ് ബി യൂസ്ഡ് ഫോർ ദ പർപ്പസ് ഓഫ് റിച്വൽ സെറമണീസ് സച്ച് ആസ് മാരേജ് ആൻഡ് ഡെത്ത്. ഓക്കെ, ചർച്ചസ് ഗിവ്സ് മീനിങ് ടു ദ കീ മൊമെൻറ്റ്സ് ഇൻ ലൈഫ് such as birth, marriage and death, and link them through ceremonies, thereby giving a meaning and coherence to the people's lives. ആളുകളുടെ ജീവിതത്തിന് മീനിങ് ഉണ്ടാക്കുന്നത് തന്നെ ഇത്തരത്തിലുള്ള സെറമണിയിൽ കൂടി, മാരേജ്, ഡെത്ത്, ബർത്ത് ഒക്കെ ചർച്ചുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. ഓക്കെ, ആൻഡ് ദ ചർച്ച് ടേക്സ് പീപ്പിൾ ആൻഡ് ദെയർ പാർട്സ് ത്രൂ ലൈഫ് സീരിയസ്ലി. ഈ ഒരു വിശ്വാസമുള്ളത് കാരണം ആളുകൾക്ക് അവരുടെ ജീവിതത്തെ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ട്. നല്ല വഴികളിലൂടെ സഞ്ചരിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. എന്താണ് ചീത്തത്, എന്താണ് നല്ലത് എന്നുള്ളത് മനസ്സിലാക്കി തരുന്നതും ഈ വിശ്വാസങ്ങളാണ്. അതുകൂടാതെ ഒരുപാട് ക്വസ്റ്റ്യൻസിന് ആൻസർ നമുക്ക് നൽകാൻ പറ്റുന്നതും റിലീജിയനാണ്. ആൻഡ് ആഫ്റ്റർ ലൈഫ് നമുക്കൊരു ജീവിതം ഉണ്ട് എന്നുള്ളത്, ആഫ്റ്റർ ഡെത്ത് നമുക്കൊരു ജീവിതമുണ്ട് എന്നുള്ളതും നമുക്ക് വിശ്വാസം ഉണ്ടാകാൻ കാരണം എന്തുകൊണ്ടാണ്? റിലീജിയനാണ്. ഒരു ഹോളി പവർ എങ്ങനെയൊക്കെയാണെങ്കിലും, എത്രത്തോളം ഡിസ്ബിലീഫ് ആണെങ്കിലും, എത്രത്തോളം അത് നശിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഒരു ഹോളി പവർ എന്തിനുണ്ട്? ചർച്ചിന് ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ഇവിടെ പറയുന്നത്. അവസാനത്തെ സ്റ്റാൻസയിൽ അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളാണ്. ആളുകൾ ചർച്ചിലോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഈ ഒരു പ്രോസസ് ഒരിക്കലും അവസാനിക്കുന്ന ഒന്നല്ല. കാരണം ഹി സീസ് ദാറ്റ് ദ ബോണ്ട് ബിറ്റ്വീൻ ഗോഡ് ആൻഡ് പീപ്പിൾ ക്യാൻ നെവർ ബി ബ്രോക്കൺ. ദൈവവും ആളുകളും തമ്മിലൊരു ബോണ്ട്, ഒരു റിലേഷൻ, അതൊരിക്കലും നമുക്ക് ബ്രോക്കൺ ചെയ്യാൻ പറ്റുന്നില്ല. കൂടാതെ നമ്മുടെ എൻവയോൺമെൻറ്റ് കൂടി നമ്മളതിനെ പ്രാപ്തമാക്കുന്നു എന്നുള്ളതാണ്. കാരണം നമ്മളൊക്കെ അവസാനം നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് മരണം. മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ആയിരിക്കും, സോ ഇല്ലായിരിക്കും അല്ലേ. അപ്പോൾ ചർച്ച് വേണ്ടി നോക്കുമ്പോൾ തന്നെ നമുക്കൊരു സീരിയസ് ആയിട്ടുള്ള തോട്ട് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ദ ചർച്ച് വിൽ പെർഫോം ഇറ്റ്സ് ഡ്യൂട്ടീസ് ഈവൻ ഇൻ ദ ഫ്യൂച്ചർ ആൻഡ് ഗിവ് വിസ്ഡം ടു ദ പീപ്പിൾ ടു ചേഞ്ച് ദെയർ ലൈഫ് ആൻഡ് ദെയർ ഫെയ്റ്റ് ആൻഡ് ഡെസ്റ്റിനി. എത്രയൊക്കെ നമുക്ക് ദൈവത്തിൽ വിശ്വാസമില്ല, റിലീജിയസ് ബിലീഫ് ഡിസ്ബിലീഫായി മാറിക്കൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞാൽ പോലും നമ്മളെ ചർച്ച് നമ്മളെ കാണിച്ചു തരുന്നത് നമ്മുടെ ഫൈനൽ ഡെസ്റ്റിനേഷൻ എവിടെയാണ് എന്നുള്ളതാണ്. ആൻഡ് നമ്മൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ കൂടി നമ്മുടെ ഡ്യൂട്ടീസൊക്കെ അത് വളരെ പെർഫോമായിട്ട് നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്, അടക്കം ചെയ്യുന്നു. ഓക്കെ, കാര്യങ്ങളൊക്കെ നമുക്കത് കാണിച്ചു തരുന്നത് ഒരു വിസ്ഡം നമുക്ക് നൽകുകയാണ് ടു പീപ്പിൾ. എന്തിനു വേണ്ടി? ടു ചേഞ്ച് ദെയർ ലൈഫ്, അവരുടെ ജീവിതം മാറ്റിമറിക്കാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ നല്ല കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്കത് കാണിച്ചു തരികയാണ്. ഇൻ ദ എൻഡ് ദ നെറേറ്റർ കംസ് ടു ദ കൺക്ലൂഷൻ ദാറ്റ് ചർച്ചസ് വിൽ നെവർ ഗോ ഔട്ട് ഓഫ് സ്റ്റൈൽ
not only because of the integral role of religion is in our society and also because mankind has an innate need to believe in something greater than themselves. അദ്ദേഹം ഈ ഒരു പോയം അവസാനിപ്പിക്കുന്നത് മനുഷ്യന് മാൻകൈൻഡിന് ആവശ്യമുള്ളൊരു കാര്യമാണ് നമ്മളെക്കാൾ എന്തിനും ഗ്രേറ്റർ ആയിട്ടുള്ള ഒരു കാര്യത്തിന് വിശ്വസിക്കുക എന്നുള്ളത്. അത്ര കാലത്തോളം റിലീജിയൻ അല്ലെങ്കിൽ മതം ഒരിക്കലും നശിച്ചു പോകില്ല എന്നുള്ളതാണ്. ഹി എൻഡ്സ് ദ പോയം എങ്ങനെയാണ് എന്ത് പറഞ്ഞുകൊണ്ടാണ്? സ്പിരിച്വൽ ഇമ്പോർട്ടൻസ് ഓഫ് ചർച്ച് എന്ന് പറയുന്നത് കെൻ നെവർ ബി ഫോർഗോട്ടൻ. ആരും മറക്കാനും പോകുന്നില്ല, ആരും അതിനെ ഒഴിവാക്കാനും പൂർണ്ണമായിട്ടും അതിനെ ഒഴിവാക്കാനും പോകുന്നില്ല, തള്ളിക്കളയാനും പോകുന്നില്ല. ഗോഡ് ഹെൽപ്സ് ദോസ് ഹൂ ഹെൽപ്പ് ദംസെൽഫ്. നമ്മളെ തന്നെ സഹായിക്കുന്നവരെ ഗോഡ് ഹെൽപ്പ് ചെയ്യുമെന്നാണ്. അതായത് അദ്ദേഹം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഓൺലി പ്രെയർ ഇറ്റ്സ് നോട്ട് ഇനഫ്. നമ്മൾ പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രം കൊണ്ട് നമുക്കൊന്നും ലൈഫിൽ നേടാൻ സാധിക്കുന്നില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രഗിൾ ചെയ്യണം, നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. അതൊക്കെ ആവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്താണ് ഞാൻ ആദ്യം പറഞ്ഞു, മാൻകൈൻഡ് ഹാസ് ആൻ ഇന്നേറ്റ് നീഡ് ടു ബിലീവ് ഇൻ സംതിങ് ഗ്രേറ്റർ ദാൻ ദംസെൽഫ്. നമ്മളെക്കാൾ മുകളിൽ എന്തോ ഒന്ന് ഉണ്ട്, അതിനെ നമ്മൾ വിശ്വസിക്കണം, അതിനെ നമ്മൾ ഫോളോ ചെയ്യണം എന്നുള്ളൊരു വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ആളുകൾ നല്ല രീതിയിൽ ജീവിക്കുകയുള്ളൂ. അങ്ങനെ മാത്രമേ ആളുകളിലോട്ടൊരു ഹാർഡ് വർക്കൊക്കെ ചെയ്ത് നല്ലൊരു ലക്ഷ്യത്തോട്ട് എത്താൻ സാധിക്കുന്നുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അദ്ദേഹം ഈ ഒരു പോയം ഇവിടെ അവസാനിപ്പിക്കുന്നത്.